പാർലമെന്റിനകത്തും പുറത്തും ഒരേ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശമാണ് ഇത്ര വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. നോബൽ മാരിക്കാരൻ, പാർലമെന്റ് കവാടത്തിലാണ് നേരത്തെ പ്രതിഷേധം നടന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? സഭ വിട്ടിറങ്ങിയോ എംപിമാർ പ്രതിഷേധത്തിനായി? സുജയ, പാർലമെന്റിന്റെ 2 സഭകളും ഇപ്പോൾ 2 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഈ സഭാ നടപടികൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ പാർലമെന്റിൽ ഇപ്പോഴും പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. പാർലമെന്റ് കവാടത്തിന് മുകളിലെ 1ാമത്തെ നിലയിൽ കയറിക്കൊണ്ടാണ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുന്നത്. പ്ലക്കാർഡ് ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത്തരത്തിൽ ഈ അംബേദ്കർ വിഷയം വലിയ തരത്തിൽ പാർലമെന്റിനെ ഇന്ന് പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നു. നാളെയാണ് പാർലമെന്റ് ശൈത്യകാല സമ്മേളനം അവസാനിക്കാൻ ഇരിക്കുന്നത്. ഈ ശൈത്യകാല സമ്മേളനം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് എന്നാണ് യാഥാർത്ഥ്യം. കാരണം ഈ അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാടിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംബേദ്കറെ കോൺഗ്രസ് അപമാനിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധങ്ങൾ ഇന്നുണ്ടായത്. രാജ്യസഭ അല്പം മുമ്പ് സമ്മേളിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ നിശബ്ദമായിരുന്നെങ്കിലും പിന്നീട് ഈ അംബേദ്കർ വിഷയം പ്രതിപക്ഷ എംപിമാർ രാജ്യസഭയിൽ ഉയർത്തി വലിയ പ്രതിഷേധത്തിലേക്ക് രാജ്യസഭ നീങ്ങുമെന്ന് മനസ്സിലായതിന് പിന്നാലെ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ തൽക്കാലം സഭാ നടപടികൾ 2 മണി വരെ നിർത്തിവെക്കുകയായിരുന്നു. എന്താണെങ്കിലും പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ വലിയ തരത്തിൽ പ്രതിപക്ഷ എംപിമാരുടെ ആവശ്യം. അമിത്ഷാ മാപ്പ് പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയല്ലേ പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ രാജിവെക്കണം എന്നുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നുണ്ട്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു അമിത്ഷാ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന്, പ്രതിപക്ഷം മാപ്പ് പറയണമെന്ന് പൊതുവായും ആവശ്യപ്പെടുന്നു. എന്താണ് അമിത്ഷായുടെ പ്രതികരണം? സുജയ, ഇന്നലെയും അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ BJP സമ്മർദ്ദത്തിലായതിന് പിന്നാലെ അദ്ദേഹം വൈകുന്നേരം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. എന്താണെങ്കിലും രാജിവെക്കുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്യുന്ന നിലപാട് BJPയുടെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല, അമിത്ഷായുടെ ഭാഗത്തിനില്ല. പകരം കോൺഗ്രസിനെ തിരിച്ച് കടന്നാക്രമിക്കുകയാണ്. അതായത് അംബേദ്കർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വരെ കോൺഗ്രസ് അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന് കാണിച്ചുകൊണ്ട് തിരിച്ച് കോൺഗ്രസിനെ ആക്രമിക്കുകയാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന. അത്തരത്തിലൊരു പ്രത്യാക്രമണമാണ് BJPയുടെ ഭാഗത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇന്ന് പാർലമെന്റിൽ രാവിലെ BJPയും പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും പ്രതിഷേധം നടത്തുകയും ചെയ്ത ആ പ്രതിഷേധമാണ് അല്പം മുമ്പ് സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെയും BJPയുടെയും എംപിമാർ പരസ്പരം കണ്ടുമുട്ടുകയും അത്തരത്തിൽ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്ത കാഴ്ച എന്താണെങ്കിലും നമ്മൾ കണ്ടത്. സ്പീക്കർമാരുടെ ഭാഗത്ത് നിന്ന്, അതായത് സഭാധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പാർലമെന്റ് അപൂർവമായ സംഭവമാണ് ഇത്തരത്തിൽ എംപിമാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മറ്റു നടപടികളിലേക്ക് സഭാധ്യക്ഷന്മാർ കടക്കുമോ, ഓം ബിർളയും അതോടൊപ്പം ജഗ്ദീപ് ധൻഖറും കടക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. എന്താണെങ്കിലും ഈ അംബേദ്കർ വിഷയം പാർലമെന്റിനെ വലിയ തരത്തിൽ പ്രക്ഷുബ്ധമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അംബേദ്കർ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കുകയും മാപ്പ് പറയുകയും ചെയ്യണമെന്നാണ് കോൺഗ്രസ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. പക്ഷേ മറ്റു ചില പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതിൽ അദ്ദേഹം ഒരു നാക്കുപിഴയാണ് ഉണ്ടായതെങ്കിൽ മാപ്പ് പറഞ്ഞ് അദ്ദേഹം ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന നിലപാട് കൂടിയാണ്. പ്രത്യേകിച്ച് ശിവസേന, ഉദ്ധവ് പക്ഷത്തിനൊക്കെ അത്തരത്തിലുള്ള നിലപാടാണുള്ളത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ 2 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചാലും പ്രതിപക്ഷം പിന്നോട്ട് പോകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം വലിയ തരത്തിലുള്ള തീർച്ചയായും ഇപ്പോൾ 2 മണി വരെ ഇരു സഭകളും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ന് വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ല് അത് JPCക്ക് വിടാനായിട്ടുള്ള മോഷനാണ് അവതരിപ്പിക്കാൻ ഇരുന്നത്. അതിപ്പോൾ എന്തായാലും ഈ പ്രതിഷേധത്തെ തുടർന്ന് 2 മണി വരെ നടക്കില്ല എന്നുള്ളത് വ്യക്തമാകുന്നു. 2 മണിക്കാണ് ഇരു സഭകളും വീണ്ടും ചേരുന്നത്. പാർലമെന്റിന് അകത്ത് പ്രതിഷേധത്തെ തുടർന്ന് സഭ നിർത്തിവെക്കുന്നു. ഇരു സഭകളും 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്.